ഇതുവരെ മനുഷ്യർ ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഒരു അടർന്ന കാട്. അതുകൊണ്ട് തന്നെ കടുവകളും പുലിയും കാട്ടിയും ആനയും കരടിയും അങ്ങനെ എണ്ണിലടങ്ങാത്ത വന്യജീവികൾ താമസിക്കുന്ന ഒരു അടർന്ന കാട്. ഇതിങ്ങനെ മനുഷ്യന്മാർ ആരും അധികം വരാത്തതുകൊണ്ടേ നമുക്ക് പോകാൻ വലിയ വഴിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം, ആന പോകുന്ന വഴിയിലാണ് നമ്മളൊന്ന് പോകുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ നമ്മളുടെ സ്വന്തം ഗൂഡല്ലൂർ പോകുന്ന വഴിക്കുള്ള ഒരു ഹിഡൻ ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ, വയനാട്ടിലാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ പോകുന്ന ഈ രണ്ട് സുഹൃത്തുക്കളും ഇവിടുത്തെ വാച്ചർമാരാണ് ഈ കാടുകളിൽ. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ ഫുൾ പെർമിഷൻ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാട്ടിൽ അങ്ങനെ അധികം ആരും വരാറില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ആനിമൽസ് പ്രസൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് എന്താണെന്ന് അറിയാം നിങ്ങൾ, ഇതാ ഈ കാണുന്ന കടുവിൻ്റെ പദ്മാർക്ക്, നല്ല ഒന്നൊന്നര സൈസുള്ള പദ്മാർക്ക്. നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ വലുപ്പം? എന്തായാലും ഒരു 300-350 കിലോ ഉണ്ടാവും ഈ കടുവയ്ക്ക്. പക്ഷേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ആണോ പെണ്ണാണെന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്കും സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊരു പെൺ കടുവയാണ്, അതായത് ഫീമെയിൽ കടുവയാണ് ഇത്. കാരണം പദ്മാർക്കുകൾ കൊണ്ട് നമുക്ക് ആണാണോ പെണ്ണാണോ എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചറിയാം. നിങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മതി, നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാം. ഞാനിങ്ങനെ താഴത്ത് വീഡിയോ കാണിച്ച് ഇങ്ങനെ പോകുന്ന കാരണം എന്താണെന്നറിയോ, ഇതിൽ ഒരുപാട് പദ്മാർക്കുകളുണ്ട്. കാട്ടിയുടെയും ആനയുടെയും പിന്നെ അതേപോലെ മാനുകളുടെയും അങ്ങനെ ഒരുപാട് അനിമൽസിൻ്റെ പദ്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ എവിടെയെങ്കിലും മനുഷ്യൻ്റെ പദ്മാർക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതെ, ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് അടുത്ത് കിട്ടിയ സൈറ്റിങ് ഇതാണ്. ഇത് സൈറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരിടത്ത് ഇരുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആനയും ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതാ ഇവിടെ ചെറിയ ചെറിയ വേരുകളൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നുണ്ടല്ലേ, മറ്റേ മുള്ളമ്പന്നികളാണ്. കാട്ടുപന്നികളും മുള്ളമ്പന്നികളൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ വേര് വലിച്ചു വാരി തിന്നണ്. അപ്പോൾ ഈ കാട്ടിൽ നടക്കണ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഇത് കണ്ടില്ലേ, ഭയങ്കര ഡെൻസ് ഫോറസ്റ്റ് ആട്ടോ. അതുകൊണ്ട് ഇത്ര ശ്രദ്ധിച്ച് വേണം നമ്മളിത് നടക്കാനും. സംഗതി ഇന്നത്തെ നമ്മളുടെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാം നിങ്ങൾ, വല്ല അനിമൽ സൈറ്റിംഗ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഹിഡൻ പ്ലേസ് വന്നത് കേട്ടോ. ചോദിച്ചിട്ടും പെർമിഷൻ വാങ്ങിയിട്ടാണോ നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഇവിടെയുള്ള വാച്ചർമാരാണ്, അതുകൊണ്ടാണ് നമുക്ക് അവരെ കൂടെ വരാൻ പറ്റില്ല ഒരു ചാൻസ് കിട്ടിയത്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിരുന്നു. അങ്ങനെ ആളുകൾ വളരെ കുറവായതുകൊണ്ട് അനിമൽസ് അവരുടെ ഇഷ്ടത്തിന് ലാവിഷായി നടക്കും. ഞാൻ എത്ര ഹൈറ്റിലാണ് നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ പുഴേൻ്റെ അരികിൽ കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ മനസ്സിലായി ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര റിസ്കി ആയിട്ടാണെങ്കിലും നല്ല ത്രില്ലിംഗ് ആയുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഒരുപാട് നേരമായി, സന്ധ്യാവാറായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് പെട്ടെന്ന് തന്നെ പോകാമെന്നുള്ളതായിരിക്കും. ഇത് കണ്ടില്ലേ, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് മെയിൻ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും അനിമൽ സൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനിമൽസിനെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇവിടെ വന്നത്. നിങ്ങൾ കാട്ടിലൂടെ ട്രെക്കിങ് പോകുമ്പോൾ ഇതേപോലെ തിരിഞ്ഞു നോക്കാറുണ്ടോ ആരെങ്കിലും? ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ടീമിനെ മുന്നേ വിട്ടിട്ട് ഞാൻ ഇങ്ങനെ പുറകിൽ തിരിഞ്ഞു നോക്കിയിട്ട് വരാറാട്ടോ പതിവ്. കാരണം ഈ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള അനിമൽസൊക്കെ നമ്മളുടെ പിന്നാമ്പുറത്ത് വന്നിട്ട് കഴുത്തിന് പിടിക്കുന്നതാണ് അവരുടെ സ്റ്റൈല്. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ പണിയാണ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ നല്ല മരം ഒടിക്കുന്ന സൗണ്ട്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ഒരു പയ്യൻ പറഞ്ഞു ഇവിടെ ആന ഉണ്ട്, ശ്രദ്ധിച്ച് വരണമെന്ന്. സംഗതി ഇവിടുത്തെ ലോക്കൽസാണ്, ഈ കാടിൻ്റെ അരികിൽ താമസിക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ വാച്ചർ പണിയും കാട്ടിലുള്ള പണികളൊക്കെ എടുക്കുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ടാണ് കേട്ടോ ഇവരെ കൂടെ വന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ മുന്നിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പൊതറിനടിയിൽ ഒരു ആന നിൽപ്പുണ്ട്, പക്ഷെ അതിന് ആളെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടാൽ ചിലപ്പോൾ അറിയാം, ഒരു ഗ്യാപ്പ് കൂടെ ചെവി ഇങ്ങനെ ആട്ടുന്നുണ്ട്, പക്ഷെ കണ്ടില്ലല്ലോ. പക്ഷെ നമുക്ക് ആനനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു കൊക്ക് ഒന്നും കണ്ടില്ല, ഇത് കൂടെ അങ്ങനെ നടന്ന ഒരു ആന ഉണ്ടെന്ന് പോലും അറിയാതെ. ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞങ്ങൾ ആനനെ നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഒളിഞ്ഞിരിക്കുകയാണ് പുല്ലിൻ്റെ അടിയിൽ. നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഒളിഞ്ഞിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
അപ്പോൾ നേരെ മുന്നിലാണ് ഞങ്ങളുടെ ആന ഉള്ളത്. ആന ഞങ്ങളുടെ പ്രസൻസ് മനസ്സിലാക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ സ്മെല്ല് ആനയ്ക്ക് കിട്ടിയതുകൊണ്ട് ആന ഉൾക്കാട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. ആ ഗ്യാപ്പിലൂടെ കണ്ട, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കാണുന്നില്ലല്ലേ. പക്ഷെ ആനനെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇനി കുറേ നേരം ആന കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു തേങ്ങ പോലും കാണിച്ചു തരുന്നില്ലല്ലോ എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആന നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി വരുന്ന വഴിയുണ്ട് കേട്ടോ, ഇവിടെ തന്നെ തൊട്ടടുത്ത്. ഞങ്ങൾ അത് അറിയാതാണ് കുറേ നേരം ഇവിടെ ഒളിഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഞാൻ അതും കൂടെ കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ നിങ്ങൾ, ആനേൻ്റെ വലിയൊരു പദ്മാർക്ക്. എന്തായാലും നല്ല സൈസുള്ള ആന എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആന കയറി ഇറങ്ങി വരുന്ന സ്ഥലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നമുക്ക് ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് മുന്നോട്ട് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാമെന്ന്. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരുമാതിരി ഈ വിറകളൊക്കെ ഒടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആന വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് പോകുമ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്. നിങ്ങൾ കണ്ടില്ല, ആ മരത്തിൽ ഒരു സ്ക്രാച്ചും ഇതുപോലെ ഒരു കുഴിയും. ഇതൊക്കെ കരടികൾ വേര് കടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴി കുത്തുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവിധ അനിമൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചുറ്റി കറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് കണ്ടില്ലേ? അപ്പോൾ നമ്മളുടെ പിന്നാമ്പുറത്തന്നെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സൈറ്റിങ് കിട്ടിയത് ഒരു പിടിയാനയും മാസങ്ങളോളം പ്രായമുള്ള ഒരു കുട്ടിയാനയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാം. കാട്ടിനുള്ളതും കൊണ്ട് മര്യാദയ്ക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാട്ടോ നിങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വെള്ളം ഇങ്ങനെ അലമ്പുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലേ? ശരിക്കും ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇതുണ്ടല്ലോ നിങ്ങൾ, ഇതിൻ്റെ അടിയിൽ ഒരു കുളം ഉണ്ടായിരുന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് നോക്കുന്നത്. ഈ കുളത്തിൽ ഒരുപാട് ആനകൾ കുളിച്ച് ഇങ്ങനെ നീരാടുകയായിരുന്നു. സീനെ അത് നടക്കുകയായിരുന്നു ഇതിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ പുറകെ ഒരു കൊമ്പനും ഇങ്ങനെ ഓടി വരുന്നുള്ള കാര്യം ഞങ്ങളൊക്കെ പിന്നെ അറിയുന്ന കേട്ടോ. ഒരുപാട് ആന ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്ക് ശരിക്കും ആ കൊമ്പനും കൂടി കാണിച്ചു തരാവേ. ഇതാണല്ലോ നിങ്ങൾ, ഇങ്ങനെ കൊമ്പനാൾ മീറ്റിംഗ് സീസണിൽ മാത്രമേ ഇങ്ങനെ കൂട്ടത്തോടെ കൂടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അവരൊക്കെ ഉണ്ടാവാറ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവരെല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ നടക്കുകയാണ്. പൊതുവേ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് മണ്ണിലിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉമ്മാരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് അടി നല്ല ചൂലുകൊണ്ട് കിട്ടും. പക്ഷെ ഇവരുന്ന് അങ്ങനെ അല്ലല്ലേ, കുളി കഴിഞ്ഞാലും കിടന്ന് പിന്നെ മണ്ണിലിങ്ങനെ ഉരുളണം. കണ്ടില്ല നിങ്ങൾ, നല്ല കറുത്താനല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നില്ല, കാരണം നേരെ ഇരുട്ടാവാനായതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് നടക്കാനും തുടങ്ങി കേട്ടോ. കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയതുകൊണ്ട് നല്ല ആനക്കാഴ്ചകൾ കിട്ടിയതിൽ സന്തോഷം. അപ്പോൾ അവരും കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോയി, നമ്മളും തിരിച്ച് നടങ്ങാൻ തുടങ്ങിയിട്ട്. അവിടുത്തെ ആന എപ്പോഴും ഇറങ്ങിയിട്ടില്ല, അവിടെ തന്നെയാണ്. ഇതുപോലുള്ള കാടുകൾക്ക് കയറി കഴിഞ്ഞാൽ വന്യജീവികൾ മാത്രമല്ല കേട്ടോ ഭംഗി, കാടും കാണാനും നല്ല ഭംഗിയാണ്. അതിനെ കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടാലോ? കാടിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാഴ്ചകൾ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുഴേൻ്റെ അടുത്ത് വീണ്ടും ഇരിക്കാൻ കാരണം നമ്മൾ നേരത്തെ കണ്ട് ഒളിഞ്ഞിരുന്ന ആന വീണ്ടും ഇറങ്ങുമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ ഇരിക്കുന്നു. ഇത് ആനേൻ്റെ പണി തന്നെ ആയിരിക്കും, കൊമ്പ് ഷാർപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുത്തുന്നതാണ് ഇങ്ങനത്തെ ഓരോരോ മരത്തിലൊക്കെ, എന്നിട്ട് തോല് വലിച്ച് തിന്നാനൊക്കെ, അങ്ങനെ പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ കുറേ നേരമായതുകൊണ്ട് ആൾ വന്നിട്ടില്ല. പിന്നെ ഇരുട്ടാവാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കാരണം ഇരുട്ടുന്ന നേരത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. കണ്ണാണാൻ പറ്റാത്ത പോലെ കടുവന്റെ മടയിൽ പോയി ചാടിയാലേ നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വേഗം കാടിറങ്ങാനുള്ള രീതിയിൽ ഞങ്ങൾ സ്പീഡിൽ നടക്കുക കേട്ടോ. പക്ഷെ എന്നാലും കാടിന്റെ ഒരുവിധ വെളിയിലെത്തുമ്പോഴേക്കും കാട് നല്ല ഇരുട്ടായി. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും നിങ്ങളുടെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ നമുക്ക് കുറവാണ് കേട്ടോ. നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും വേണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.